ഒരു പാട്ട് പാടിക്കൊടുക്ക് വേദാന്ത്. എനിക്ക് പാടാനൊന്നും അറിയില്ല സിദ്ധാർത്ഥ്. എല്ലാത്തിനും വലിയ കഴിവാണെന്നൊക്കെ ബിൽഡപ്പ് പറഞ്ഞിട്ട് അത് പിന്നെ അമൂല്യേഷ് സാർ, ഞങ്ങളുടെ ബോസ് ഇപ്പോ അത്ര നല്ല മൂഡിലല്ല. ആദ്യമായിട്ടല്ലേ ഒരു ചെക്കൻ കാണലിന് വന്നിരിക്കുന്നേ. അതിന്റെ ടെൻഷനിൽ പാട്ട് പാടി ഇംപ്രഷൻ കളയണ്ടെന്ന് വെച്ചിട്ടാ മിണ്ടാതിരിക്കുന്നേ. കല്യാണ മണ്ഡപത്തിൽ പാട്ട് പാടി ചെവി പൊട്ടിക്കും, പേടിക്കേ വേണ്ട. എന്റെ അമ്മ എന്നെ നന്നായിട്ട് തന്നെ പാചകം ചെയ്യാനൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ ഒരാള് പുറത്തൊരാള് ജോലിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് അവിടെ എപ്പോഴും പാചകം ചെയ്യേണ്ട അവസ്ഥയൊന്നും ഉണ്ടാവില്ല. എന്നാലും എല്ലാ കാര്യങ്ങളും എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഞാൻ തന്നെ 3 നേരം ഫുഡ് ഉണ്ടാക്കേണ്ട അവസ്ഥ വരുമായിരിക്കും. അങ്ങനെ വരുമ്പോ എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് തന്നെ ചെയ്യിച്ച് ഫുഡ് കഴിക്കാൻ മാത്രം ഇവ വരുന്നത് ശരിയാവില്ല. എന്തൊക്കെയാണെങ്കിലും പാചകം ചെയ്യാൻ കുറച്ച് പഠിച്ചിരിക്കുന്നത് നല്ലതാ. അയ്യോ, അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വെറുതെ ടെൻഷൻ ആവണ്ട അമൂല്യേഷ്. താങ്കൾക്ക് അവിടെ യാതൊരു പ്രശ്നമില്ലാതെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. ഇതൊക്കെ പറയേണ്ടത് ഈ ചെക്കനല്ലേ? ഓക്കെ ആണെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്ന് തലയാട്ടിയിട്ട് കാര്യമില്ല. പ്രാക്ടിക്കലായിട്ട് എന്റെ ഡിമാൻഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം. കാരണം ഞാൻ പക്ക ഒരു പ്രാക്ടിക്കൽ പെൺകുട്ടിയാണ്. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടായ എന്റെ കാര്യങ്ങളൊക്കെ നോക്കി എനിക്ക് രാവിലെ തന്നെ നല്ല ചൂട് കോഫി ഇട്ട് തരേണ്ടി വരും. വാട്ട്? ഞാന് അത് നിനക്ക് കോഫി ഇട്ട് തരാൻ? നോ വേ. കോഫി വേണമെങ്കിൽ മര്യാദയ്ക്ക് അത് പറയണം. അപ്പൊ അത് ജോലിക്കാരി ഇട്ട് തരും നിനക്ക്. എനിക്ക് കോഫി ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള കാര്യം എന്നെക്കാളും നന്നായിട്ട് നിനക്ക് അറിയുന്നതല്ല അമൂല്യ. നോൺസെൻസ്. എന്റെ പൊന്നുമോളെ, നിന്റെ ഈ പരീക്ഷണമേ ഒന്ന് അവസാനിപ്പിക്കും. ഇനിയും കൂടി പോയാലേ വേദത്തിന് നല്ല ദേഷ്യം വരും. പിന്നെ വേദാന്തിന്റെ കൺട്രോളും കൂടെ പോയാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരും. വേദാന്തിനെ പരീക്ഷിക്കാൻ നിന്നിട്ട് ഞങ്ങൾക്ക് വെറുതെ പണിയുണ്ടാക്കി തരല്ലേ? ഇനി ഒരാഴ്ച കൂടി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എന്ത് ചെയ്യും? നമുക്കിനി ഒരാഴ്ച കൂടി കിട്ടുമല്ലോ. കൂടുതലൊന്നും പറയാതെ അതങ്ങ് സമ്മതിച്ചേക്ക്. അതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. നമ്മളായിട്ട് വീണ്ടും വൈകിച്ചാല് കല്യാണം വീണ്ടും നീണ്ടു പോവുകയല്ലേ ഉള്ളൂ. ശരി ഉർമി, അങ്ങനെ തന്നെ സംസാരിക്കാം. തിരുമേനി, നിങ്ങൾ പറഞ്ഞ മുഹൂർത്തത്തിന് ഞങ്ങൾ തയ്യാറാ. ആയിക്കോട്ടെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെയല്ലേ സുഹാസിനി? നാളെ ഒരു ദിവസം കഴിഞ്ഞ് ഇനി മറ്റന്നാളാണ് മുഹൂർത്തം കുറിക്കുന്നതെങ്കിലും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയല്ലേ സുഹാസിനി? ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ലേ? എന്തെങ്കിലും ഒരു മുടക്ക് പറഞ്ഞു ഈ ഡേറ്റ് വേണ്ടാന്ന് തന്നെ അവരോട് പറയണം. പിന്നീട് കാര്യമായിട്ട് തന്നെ ആലോചിച്ച് ഈ കല്യാണം എങ്ങനെയും മുടക്കണം.
ഇവളിരുന്ന് ആലോചിക്കുന്നത് കണ്ടാലേ അറിയാം എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. സംസാരിക്കാൻ അവസരം കൊടുത്താൽ ഇതെല്ലാം തടസ്സപ്പെടുത്തും. എനിക്കെന്തോ ഈ ഡേറ്റ് മാറ്റിയാ കൊള്ളാവുന്നുണ്ടായിരുന്നു. ആരും ടെൻഷൻ അടിക്കണ്ട. സുഹാസിനി പറഞ്ഞത് അതിനു മുമ്പൊരു നല്ല മുഹൂർത്തം കിട്ടിയാൽ നന്നായി എന്നാണ്. നമ്മുടെ വേദാന്തിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടന്നു കണ്ടാ മതിയായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ എത്രയും വേഗമാക്കാനാ അവള് പറയുന്നത്, അല്ലേ സുഹാസിനി? അതെ അതെ. പക്ഷേ അതിനു മുൻപ് നല്ലൊരു മുഹൂർത്തം വേറെ ഇല്ലാന്ന് തന്നെ പറയാം. അപ്പൊ പിന്നെ മറ്റൊന്നും ആലോചിക്കാനില്ല. തിരുമേനി പറഞ്ഞ ദിവസം തന്നെ നമുക്ക് ഉറപ്പിക്കാം. ബാക്കി കാര്യങ്ങൾ തിരുമേനി തയ്യാറാക്കിക്കോളൂ. ആയിക്കോട്ടെ അമ്മേ, നിശ്ചയം നടക്കണത് ഈ വീട്ടിൽ തന്നെ ആയിരിക്കില്ലേ? അത് വേണ്ട, അതെല്ലാം ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ തന്നെ നടത്തണം എന്നാ എന്റെ ആഗ്രഹം. അത് വളരെ നന്നായി. ക്ഷേത്രത്തിലാവുമ്പോ പൂജയും കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ നടത്താലോ. എന്നെ പ്രസവിച്ച് വളർത്തിയ അമ്മയാണെന്ന് 24 മണിക്കൂർ പറയാറുണ്ടല്ലോ. എന്നിട്ടിപ്പോ എനിക്കെതിരെ നിന്ന് യുദ്ധം നടത്തുകയല്ലേ? എന്റെ വായ അടപ്പിച്ചിരുത്താമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. ഞാൻ കാണിച്ചു തരാം. എന്തു പറയുന്നു, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഇതിലും വലിയ സന്തോഷമുണ്ടോ? ഇനി എന്താ ഇത്ര ആലോചിക്കാനുള്ളത് മിസ്റ്റർ അമൂല്യേഷ്? നടക്കുന്നതേ ചെക്കൻ കാണല. ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് ഞങ്ങളും. ചോദിക്കുന്നതിന് ആൻസർ പറഞ്ഞാൽ മതി, അല്ലാതെ ഞങ്ങളോട് ചോദിക്കണ്ട. എന്റെ ബോസ് ആയിരക്കണക്കിന് പേരെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ആളാ. പക്ഷെ ഒരിക്കലും ഇങ്ങനൊരു ഇന്റർവ്യൂവിൽ വന്നിരിക്കണമെന്ന് എന്റെ ബോസ് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അത് ഉറപ്പാ. നോക്ക്, ഞങ്ങളുടെ ഇതൊരു വലിയ കുടുംബം മാത്രമല്ല, 4 പെൺകുട്ടികളുള്ള വീടാ ഇത്. ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് മരുമകനായിട്ട് വന്ന് കയറുന്നത് ഒരു ഭാഗ്യമായിട്ട് കണ്ടാ മതി. ഇത് ലേഡീസ് ഹോസ്റ്റലോ? സത്യം പറഞ്ഞ ഇതൊരു ഡ്രാക്കുള ഹൗസ് ആണെന്ന് ഞങ്ങൾക്കല്ലേ അറിയൂ. ഞങ്ങൾക്ക് ഇവിടെ കിലോ കണക്കിന് സ്വർണ്ണം ഒന്നും ഇടാനുണ്ടാവില്ല. പിന്നെ സ്ത്രീധനമായിട്ടൊന്നും പ്രതീക്ഷിക്കാനേ പാടില്ല. റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി എന്റേത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട റെസ്പെക്റ്റിന് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. നോനോ, ഞങ്ങളുടേതും ഒരു റെസ്പെക്റ്റഡ് ഫാമിലി തന്നെയാ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല കാര്യം. എന്റെ വായിൽ സ്വർണ്ണക്കരണ്ടി വെച്ച് തരാനൊന്നും ഞാൻ പറയില്ല. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ എന്റെ ഒപ്പം തന്നെ എന്റെ സ്ട്രെങ്ത് ആയിട്ട് കൂടെ ഉണ്ടാവണം. അതിന് സമ്മതമാണോ? നമ്മുടെ പയ്യനൊരു ഇത്തിൽ കണ്ണി പോലെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടുന്ന പ്രശ്നമില്ല. പിന്നെ നമ്മുടെ വേദാന്താണെങ്കിൽ നല്ല ഗ്രീൻ ഫോറസ്റ്റ് ആണെന്ന് അറിയില്ലേ. ഒന്നിന്റെ പേരിലും വഴക്ക് പറയാൻ വരില്ല, ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കില്ല. ഒരു പൂക്കിയാ അല്ലല്ല, മില്ലേനിയല ജെൻസി എല്ലാം ഉണ്ട്. ആയിക്കോട്ടെ, ഞാൻ പബ്ലിക്കായിട്ട് കിസ് ചോദിക്കുന്ന പൂക്കിയല്ല. അങ്ങനെ പറയാതെ തന്നെ ഒരു 100 തരണമെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഒന്നും പേടിക്കണ്ട മേഡം, എന്റെ ബോസ് ഈ കാര്യത്തിലൊക്കെ വളരെ ബ്രില്യന്റാ. ആരും അറിയാതെ കാര്യങ്ങൾ ഒതുക്കാൻ എന്റെ ബോസിന് അറിയാം, അല്ലേ സാറേ? കാര്യത്തിൽ എന്തിനാ അഭിപ്രായം പറയുന്നത്? ഇയാളെന്തിനാ നമുക്കിടയിൽ സംസാരിക്കുന്നത്? ആള് കുറച്ചൊന്ന് ലൂസാ. പറയുന്ന കാര്യമൊന്നും അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കണ്ട. ശരിയാ,
ഞാനൊരു പൂക്കിയെ പോലെ ചോദിക്കില്ല, പക്ഷെ എനിക്ക് കിട്ടേണ്ട സാധനം കിട്ടേണ്ട സമയത്ത് കിട്ടണം. എവിടെ വെച്ചാണെങ്കിലും എന്നെ കിസ് ചെയ്യണം. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. പിന്നെ ഇതിന്റെ ഉത്തരം പറയേണ്ടത് നമ്മുടെ പയ്യനാണല്ലോ. പറഞ്ഞതൊക്കെ ഓക്കെ ആണല്ലോ വേദാന്ത്? ഏയ് ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, ബോസ് എല്ലാം പഠിച്ചിട്ട് വന്നിരിക്കുക. ഇത്ര നേരം പറഞ്ഞതിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കണ്ടീഷൻ ഇതാണെന്ന് തോന്നുന്നു. പിന്നെ കൂർക്കം വലിച്ചാലൊന്നും ഞാൻ ഡിവോഴ്സ് ചോദിക്കില്ല. പക്ഷെ ഉറക്കത്തിൽ ഞാൻ അവന്റെ ശരീരത്തിൽ കാലോ കയ്യോ വെച്ചാ എന്നെ താഴെ തള്ളിയിടാനോ വഴക്കു പറയാനോ പാടില്ല. ആക്ച്വലി കണ്ടീഷൻസ് പോകുന്ന പോക്ക് കണ്ടിട്ട് അടുത്ത 2 കണ്ടീഷൻസും കൂടെ കേട്ട് കഴിയുമ്പോ അടയും ചക്കരയും പോലെ ഇരുന്ന ചെറുക്കനും പെണ്ണും പാലും മത്തിക്കറിയും പോലെയാകും. ഇനി ഇയാൾ ഒരു വാക്കു മിണ്ടിയ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. അങ്ങനൊന്നും പറയല്ലേ മിസ്റ്റർ അമൂല്യേഷ്. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ഇനി എല്ലാം കഴിയുന്നത് വരെ അയാൾ മിണ്ടില്ല. ഞാൻ അങ്ങനെയൊന്നും കരയാറില്ല. ഇനി അങ്ങനെ ഒരു അവസ്ഥ വന്നാ ഇവൻ എന്നെ സമാധാനിപ്പിക്കണം. പിന്നെ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാ അതൊക്കെ കേട്ട് ഇവൻ മിണ്ടാതെ നിൽക്കണം. എന്നോട് മാത്രം ഡീസന്റ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. പുറത്തുള്ള ഒരു പെണ്ണും ഇവൻ കാരണം വേദനിക്കാനോ വിഷമിക്കാനോ പാടില്ല. ഈ കാര്യത്തിൽ എന്റെ ബെഡാബോസ് ഉണ്ടല്ലോ, 0ക്കും താഴെയായിരിക്കും മാർക്ക് എടുക്കുന്നത്. ഞങ്ങളുടെ ബോസ് മേഡത്തിന്റെ മുൻപിൽ തന്നെയാണ് ഫസ്റ്റും ലാസ്റ്റും മിഡിലും ആയിട്ട് നിൽക്കുന്നത്. നന്നായി. അതുപോലെ തന്നെ ഇവന്റെ വൈഫ് ഞാനായിരിക്കണം, ലൈഫ് ഞാനായിരിക്കണം. ഇവന്റെ ജീവിതത്തില് ഞാനായിരിക്കണം ആദ്യത്തെ പെണ്ണ്. അവസാനത്തെ പെണ്ണ് ഞാൻ തന്നെ ആയിരിക്കണം. ഇതൊക്കെ ഞാൻ ഇപ്പൊ തന്നെ 1000 വട്ടം പറഞ്ഞ കാര്യല്ലേ? അതെ, ഞാനും അത് ഒരുപാട് കേട്ടിട്ടുണ്ട്. കല്യാണത്തിന് മുന്നേ എല്ലാ ചെക്കന്മാരും ഇതൊക്കെ തന്നെയാ പറയുന്നത്. അതുപോലെ കല്യാണം കഴിഞ്ഞാലും ഇതേ സ്നേഹം തന്നെ എപ്പോഴും വേണം, അല്ലാതെ ബോറടിക്കാൻ പാടില്ല. ഇപ്പൊ മാത്രമല്ല, എന്നും എന്റെ സ്നേഹം ഇങ്ങനെ തന്നെ ആയിരിക്കും. പ്രണയം പ്യുവർ ആണെങ്കിലേ ലൈഫ് ബോറടിക്കേയില്ല. അത് കൊള്ളാലോ. ചെക്കൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും എന്റെ ഫാമിലി ആയിട്ട് ക്ലോസ് ആവുന്ന തോന്നുന്നേ. നമ്മൾ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരാണല്ലോ. ലവ് മാരേജ് എന്ന് പറയുമ്പോൾ ഫാമിലി സപ്പോർട്ടിന്റെ വലിയ ആവശ്യമുണ്ട്. ഞങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായാൽ നിങ്ങൾ എല്ലാവരും ഇതുപോലെ കൂടെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ മിസ്റ്റർ അമൂല്യേഷ്? തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. ഒരുപാട് സന്തോഷം. ഇനി കുറച്ച് ചെറിയ കണ്ടീഷൻസും കൂടിയുണ്ട്, അതുകൂടെ പറയാം. റോഡ് സൈഡിൽ നിന്ന് പാനിപ്പൂരി തിന്നുന്നതിന് വഴക്ക് പറയാൻ പാടില്ല. ചെയ്യില്ല. നല്ല വെജിറ്റേറിയൻ മസാല ദോശ കഴിക്കുന്നതിന് തടസ്സം പറയരുത്. പറയില്ല. ഞാനൊരു സിനിമാ പ്രേമിയാ. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന എല്ലാ സിനിമയും പോയി കാണുന്നതിന് എന്നെ എതിർക്കരുത്. എതിർക്കില്ല. വീട്ടിലെ സെക്യൂരിറ്റി ആണെങ്കിലും ഞാൻ ചേട്ടാന്ന് വിളിച്ചേ സംസാരിക്കും. നമ്മൾ റിച്ച് ഫാമിലിയാണ്, നമ്മുടെ ഡിഗ്നിറ്റി സൂക്ഷിക്കണമെന്നൊന്നും പറയാൻ വരരുത്. തീർച്ചയായിട്ടും പറയില്ല. എന്റെ അച്ഛനെ അമ്മയെ സ്വന്തം അച്ഛനും അമ്മയായിട്ട് കാണും. തീർച്ചയായിട്ടും ആയിക്കോട്ടെ. പക്ഷെ മകളായ മേഡത്തിനെ സഹോദരിയായിട്ട് കാണാൻ പറ്റില്ല. ഇവിടെ വന്നിരിക്കേ. ഇനി ഇവൻ ഒരു വാക്ക് പോലും പറയില്ല. പറഞ്ഞാലുണ്ടല്ലോ. നിങ്ങളിവിടെ ഇരിക്കേ, ഇരിക്കേ. കൂൾ, കൂൾ. എന്റെ ഈ കണ്ടീഷൻസിലൊക്കെ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങളുടെ ചെറുക്കൻ എനിക്ക് ഓക്കെ. വേദാന്ത്, നിനക്ക് ഓക്കെ ആണെങ്കിൽ ഇനി പറഞ്ഞേക്ക്. ഇവിടെ വെച്ചേ പുതിയ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ എനിക്ക് ഓക്കെ. എല്ലാം സമ്മതിച്ചല്ലോ അമൂല്യേഷ്. അപ്പൊ ഈ കല്യാണം ഉറപ്പിച്ചാലോ? ഈശ്വരാനുഗ്രഹം കൊണ്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചല്ലോ. ഇനി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാം. സൂപ്പർ മിസ്റ്റർ അതിദേശ്. ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും ദൂരം വന്നത്. ഞാൻ അതിദേശം അല്ല, അത് അമൂല്യേഷോ അല്ല. അതിഥി അമൂല്യ, അങ്ങനെ വിളിച്ചാ മതി. ഓക്കെ മിസ് തീറ്റ. സമാധാനായോ? ഞാൻ ലോജിക്കില്ലാതെ ഇവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞതിനൊക്കെ നീ ഓക്കെ എന്ന് പറഞ്ഞ് തലയാട്ടിയില്ലേ? ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ശരിക്കും എന്ത് വിഷമായെന്ന് അറിയോ?
ശരി ശരി, വിചാരിച്ചതൊക്കെ എന്തായാലും നടന്നല്ലോ. ഇനി വരൂ, നമുക്ക് എന്തായാലും പോയിട്ട് ഫുഡ് കഴിക്കാം. വരൂ വരൂ വരൂ, എല്ലാവരും വരൂ. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. എനിക്ക് പണിയണ്ട, വല്ലപ്പോഴും അല്ലേ നിങ്ങൾ വരാറുള്ളൂ. ആഹാരം കഴിച്ചിട്ട് പോവാം. അതെങ്ങനെ? വീട്ടിലുള്ളതിനെല്ലാം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കല്ലേ. ഇനിയിപ്പൊ എല്ലാം കൂടെ ഇവിടെ തന്നെ വന്നങ്ങ് പൊറുതി തുടങ്ങിക്കോ. ഏയ് അതൊന്നും വേണ്ട, മറ്റൊരു ദിവസം ഞങ്ങൾ വരാം. നിങ്ങൾക്കറിയാലോ, മെസ്സ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവിടെ കുറച്ചധികം ജോലിയുണ്ട്. പിന്നെ ഒരിക്കൽ മാത്രം വരാൻ നിൽക്കണ്ട പ്രമീളെ. നിങ്ങൾക്ക് ഇനി എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ. ഇനി മുതൽ നിങ്ങൾക്കിത് നിങ്ങളുടെ 2 പെൺകുട്ടികളുടെയും കൂടി വീടല്ലേ. ഇതുവരെ അത് നടന്നില്ലല്ലോ. അത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കയില്ല. നിശ്ചയത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കാശൊന്നും ചെലവാക്കണ്ട, മനസ്സിലായോ? വിവാഹ നിശ്ചയവും കല്യാണവും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നടത്തിയാൽ മതി. ഈ കാര്യത്തിൽ നമുക്കിടയിൽ ഇനി ഒരു സംസാരവും ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചെടുത്ത തീരുമാനമാണിത്. ഞങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയാണ് വേണ്ടത്. നിങ്ങളുടെ സ്നേഹം മാത്രമാണ് ഞങ്ങൾക്കിനി ആവശ്യം. പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. അല്ലെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ തന്നെ എടുത്തു തരാൻ അവരുടെ കയ്യിൽ വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ? ദരിദ്രവാസികള് 4 പെമ്മക്കളെ വളർത്തിവിട്ട് വലിയ വീട്ടിലെ ചെറുക്കന്മാരെ കറക്കിയെടുക്കാൻ നോക്കുക. ഇങ്ങനെ നാണം കെട്ട മനുഷ്യര്. നിങ്ങൾ ഇനി തിരിച്ച് ബസ്സിലും ഓട്ടോയിലൊന്നും പോകണ്ട. നിങ്ങൾ കാറിൽ പോയാൽ മതി. ഞാൻ ഡ്രൈവറിനോട് പറയാം. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല ശ്രീധർ. ആവശ്യമില്ലെന്നൊക്കെ ആരാ പറഞ്ഞേ? കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കാറിൽ പോയാൽ മതി, അത്രേ ഉള്ളൂ. സുഹാസിനി, അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ്. ശരി. സുഹാസിനി, എന്നാ പോയി വരൂ. ശരി, വാ. ഏയ് അതിഥി, നോക്കി നോക്കി നീ എത്ര ലഡു കഴിച്ചത്? അവസാനം വരെ ഷുഗറും വരുന്ന നിനക്ക്. ഇങ്ങനെ വലിച്ചു വാരി കഴിക്കുന്നത് ആരെങ്കിലും കണ്ട തീറ്റപ്പണ്ടാകുന്നില്ലേ? എന്താ പറയുന്നത്? നിങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ ഞാനൊരു 5 ലഡു കഴിച്ചേ. അല്ലെങ്കിൽ ഒരു ദിവസം കുറഞ്ഞത് ഒരു 15 ലഡുവെങ്കിലും ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ ഇത് കൂടെ എടുത്ത് കഴിക്കും. സിദ്ധാർത്ഥ് സാർ, സത്യം പറയും, ഇത് ഉറപ്പായിട്ടും ഡ്രാക്കുള ഫാമിലി തന്നെയല്ലേ? അക്കാര്യത്തിൽ എന്താ സംശയം? ഇത് ഉറപ്പായിട്ടും ഡ്രാക്കുള ഫാമിലി തന്നെയാണ്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ചെക്കൻ കാണലിന് വന്നിട്ട് കല്യാണം കഴിഞ്ഞ പോലെയാണല്ലോ രണ്ടുപേരും പെരുമാറുന്നത്. ചേട്ടാ, എന്തിനാ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ട് അത് വെറുതെ കളയുന്നേ? ഈ വീട്ടിൽ ഞങ്ങളുടെ കാര്യത്തിൽ നടക്കുന്ന ആദ്യത്തെ ചടങ്ങാണ്. ഒരു പാവമായിരുന്ന എന്റെ ബോസിനെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഡ്രാക്കുള ബോസ് ആക്കി മാറ്റുമല്ലോ. ഒന്നുമില്ല, എത്ര നല്ല ഫാമിലി ആയത്. ഇവിടെ എനിക്ക് ഒരു സ്ഥാനം കിട്ടിയത് എന്റെ ഡ്രാക്കുള ഭാഗ്യം, അല്ല എന്റെ സൗഭാഗ്യം. എടാ സുമേഷേ, ഇനി ഇവിടെ കൊറേ ഫുഡുണ്ട്, നീ കഴിച്ചോ? വേദൻ, നിന്റെ സൂട്ട് നന്നായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. നിനക്ക് ഇഷ്ടാവാതെ വഴിയില്ലല്ലോ, നീ സെലക്ട് ചെയ്തല്ലേ ഇത്. ഞാനോ? ഞാൻ നിനക്ക് ഒരു പ്രാവശ്യം മാത്രമല്ലേ സൂട്ട് സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇത് പിന്നെ ആരാ സെലക്ട് ചെയ്തത്? ഇതിന്ന് രാവിലെ കൊറിയറായിട്ട് വീട്ടിൽ വന്ന സ്യൂട്ടാണല്ലോ.
ഈ സ്യൂട്ട് നീ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് അയച്ചാന്ന് വെച്ചാ ഞാനിത് ഇട്ടോണ്ട് ഇങ്ങോട്ട് വന്നത്. ഇത് നല്ല തമാശയാണല്ലോ. ഇത് ഞാൻ വാങ്ങിയതാണെന്നോ? അല്ല, ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സൂട്ട് ഞാൻ എങ്ങനെ വാങ്ങിയ പാഴ്സൽ ചെയ്യാനാ? ഞാനാ പർച്ചേസ് ചെയ്യുന്നെങ്കിൽ നിനക്ക് ഞാനൊരു കുർത്തിയെ വാങ്ങിക്കുള്ളൂ. ഇത്രയും ക്യാഷ് കൊടുത്ത ഒരു സൂട്ടൊന്നും ഞാൻ വാങ്ങില്ല. എന്താ മുത്തശ്ശി ഇത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ളതാണോ? ഇത് അവിടുന്നല്ലേ ഇങ്ങോട്ട് വന്നത്? ഇത് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് അമ്മ വിളിച്ച് നിന്നോട് പറഞ്ഞു കാണുമല്ലോ. ഇല്ലല്ലോ, എന്നോടൊന്നും പറഞ്ഞില്ല. എന്താ മുത്തശ്ശി, എന്താ ഇതില്? അപ്പോ നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടി അമ്മ ചെയ്തതായിരിക്കും ഇത്. വേദാന്ത്, അറിയാനുള്ള ആകാംക്ഷ കൂടിയത് കൊണ്ട് ഞാനത് പൊട്ടിച്ചു നോക്കി. ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സൂട്ട് ഞാൻ എങ്ങനെ വാങ്ങി അയക്കാനാ?